في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي أنت أم أب ما رأينا فيهما مثل حسنك قد يا سيدي خير النبي الصلاة على النبي السلام على الرسول أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتغي ارتكبت على الخطا غير عشر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول إننا نرجو إلى كأس حوضك العطش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتغي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وابلنا الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتغي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتغي والحبيب العربي ഇതിലാർക്കെങ്കിലും പാട്ടാടാൻ വയ്ക്കുന്നുണ്ടോ ആണുങ്ങള്? പാട്ടിനോട് താല്പര്യം അറിയോ? എന്തായാലും രണ്ടുപേരും നമ്മൾ മലയാളത്തിലുള്ള ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൂടുതൽ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. ആമീൻ. ആമീൻ. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ ശഫീഇനാ വ ഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹീമും റഹ്മാനുമായ അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ കഅബത്തിങ്കലേക്ക് ഉംറ നിർവഹിക്കാൻ വന്ന സാധുക്കളായ അടിമകളാണ് റബ്ബേ. ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി തരണം അല്ലാഹ്. ഞങ്ങൾ പാരായണം ചെയ്ത പരിശുദ്ധമായ ഫാത്തിഹ, സൂറത്തുൽ മുഅവ്വിദത്തൈൻ, ഇഖ്ലാസ്, സൂറത്തുകൾ, സ്വലാത്തുകൾ, ഞങ്ങൾ പാരായണം ചെയ്ത മൗലിദിന്റെ ഈരടികൾ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിന്റെ സവാബ് പ്രതിഫലം ഞങ്ങൾക്കെല്ലാം നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ പല പാഠങ്ങളിൽ ഞങ്ങൾ പഠിച്ച ജബല നൂറും ജവഹിറ ഗുഹയും കണ്ട് മതിവരുവോളം നിന്ന് കണ്ട് അതിന് മുകളിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ് അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ അഭിലാഷമായിരുന്നു പടച്ചവനെ, നീ സാധിപ്പിച്ചു തന്നുവല്ലോ. അൽഹംദുലില്ലാഹ്. പടച്ചവനെ, കാല് കൊണ്ട് നടക്കാൻ കഴിയാത്തവര്, ശ്വാസം മുട്ടുള്ളവര്, ഒരുപാട് രോഗം കൊണ്ട് ഒരുപാട് രോഗങ്ങളുള്ള മനുഷ്യര്, ഒരുപാട് രോഗങ്ങളുള്ള സഹോദരിമാര്, സഹോദരന്മാര് റബ്ബേ ഈ പരിശുദ്ധമായ മലയിലേക്ക് കയറി വന്നിട്ടുണ്ട് അല്ലാഹ്. അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ അല്ലാഹ്. പ്രഷറിന് നീ ശമനം നൽകണേ അല്ലാഹ്. ഷുഗറിന് നീ ശമനം നൽകണേ അല്ലാഹ്. പടച്ചവരെ, ഞങ്ങളോട് കൂടെ ഇവിടേക്ക് യാത്ര തിരിക്കാൻ ആഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം അതിന് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, അവർക്ക് നീ അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ നാടും വീടും കുടുംബവും അങ്ങ് ദൂരെ അകലെയാണ്. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ എത്തിച്ചേരാനുള്ള എല്ലാവിധ സൗഭാഗ്യവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുച്ചാരത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചുകൊണ്ട് കൊതിച്ചുകൊണ്ടിരിക്കും
കാത്തിരിക്കുന്നവരാണ് ഞങ്ങൾ. റബ്ബേ, ആ പച്ച കുബ്ബയൊന്ന് കാണാൻ കൊതി മാറാതെ നിൽക്കുന്നവരാണ് ഞങ്ങൾ. റബ്ബേ, നിന്റെ റസൂലിന്റെ പച്ച കുബ്ബയുടെ അടുത്തേക്ക് വരാൻ ഹബീബായ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക യാ റസൂലുള്ളാഹി എന്ന് സലാം പറയാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാം നീ നൽകണേ അല്ലാഹ്. ആമീൻ. ഞങ്ങൾക്കും ഞങ്ങളോട് ആഗ്രഹം പ്രകടിപ്പിച്ച, ഞങ്ങളോട് താല്പര്യം പ്രകടിപ്പിച്ച, ഞങ്ങളോട് കൂടെ പോരാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. അവർക്കെല്ലാം നീ സൗഭാഗ്യം പ്രദാനം ചെയ്യണേ അല്ലാ. സൗഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവരെ, കിലോമീറ്ററുകൾ താണ്ടി വന്ന് ഞങ്ങളുടെ ഈ യാത്രയെ നീ സ്വീകരിക്കണേ അല്ലാ. ആപത്ത് മുസീബത്തുകൾ കൂടാതെ തിരിച്ച് ഞങ്ങളുടെ തിരുഗേഹത്തിലേക്ക് എത്താൻ, ഞങ്ങളുടെ വീടുകളിലേക്ക് എത്താൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ വാരി കൂട്ടിയിട്ടുണ്ട്, വാങ്ങി വെച്ചിട്ടുണ്ട്. അതെല്ലാം അവർക്ക് കൊണ്ടുപോയി കൊടുത്ത് സന്തോഷത്തോടു കൂടെ കൊടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാം നീ പ്രദാനം ചെയ്യണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്കെല്ലാം നൽകണേ അല്ലാ. ഇത് ഞങ്ങളുടെ അവസാനത്തെ ജബൽ നൂറിന്റെ കയറ്റമാക്കല്ലേ അല്ലാ. ധാരാളം പ്രാവശ്യം ജീവിതത്തിൽ വീണ്ടും വീണ്ടും വരാനുള്ള ഭാഗ്യം നിന്റെ മഹദായ ഫضل കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട്, നിന്റെ കൃപാ കടാക്ഷം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ,